പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഗിരീഷല്ലേ? അതെ, ഗിരീഷ് എന്ന് തന്നെയാണ്. ഇതിലും നല്ലൊരാളെ ഭർത്താവായി കിട്ടില്ല. മനസ്സുകൊണ്ടും അവരടുത്തു കഴിഞ്ഞു. ആരാ അവരോട് പറഞ്ഞത് മനസ്സുകൊണ്ട് അടുക്കാൻ? ഞാൻ പറഞ്ഞോ? സിദ്ധു, ഒരിക്കൽ ഒഴിവാക്കിയതിനെ ഒന്നും പുതിയ രൂപത്തിൽ കുറെ മഹത്വം പറഞ്ഞുകൊണ്ട് വീണ്ടും കൊണ്ടുവരണ്ട. മരിച്ചാലും ഞാനിത് അംഗീകരിക്കില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് വിവാഹ വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ആ വാർഷികം സിദ്ധു ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടി വരും. ഒറ്റയ്ക്കായാലും ഒരുമിച്ചായാലും ഞാൻ ഈ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും. എന്നാ നടപ്പിലാക്ക്, ഞാനൊന്ന് കാണട്ടെ. എന്താ എന്താ കാണേണ്ടത്? എന്താ കാണേണ്ടത്? നീ ഒറ്റ ഒരുത്തിയാ ഈ കുടുംബം ഈ വിധത്തിലാക്കിയത്. ഞാനൊന്ന് നോക്കട്ടെ ആന്റി, ഈ കുടുംബം നന്നാക്കാൻ പറ്റുമോന്ന്. മോളെ മീരെ, ഞാൻ വന്നു. നീ താമസിക്കുന്ന ചന്ദ്രോത്തിനകത്തേക്ക് ഞാനിതാ വന്നെത്തി. ഇനി നിന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളെ കൂടിയായിരിക്കും. ആരാ? ഒരു പാഴ്സൽ തരാൻ വന്നതാ. ആർക്കാ പാഴ്സല്? മീരയ്ക്ക്. മീര അവളിവിടെ ഇല്ലല്ലോ. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് ഇത് പ്രകാശ് മീനനല്ലേ? അതെ. സീരിയലൊക്കെ അഭിനയിക്കുന്ന? അതെ അതെ. അല്ല, കുട്ടി ഇവിടുത്തെ? ഞാൻ ദേവിക. സാറ് വരണം. വേണ്ട, ഞാൻ ഇറങ്ങാം. അല്ല, മീര എങ്ങനെയാ പരിചയം? മീരയോട് പറയരുത്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാ. എന്റെ ലവറാണ് മീര. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ കുട്ടി, ഞാനൊരു തമാശ പറഞ്ഞതാ. എടോ, ഇവിടുത്തെ നന്ദം വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ മീര? ഒരിക്കലും അവരുടെ കല്യാണത്തെ കുറിച്ച് സോഷ്യൽ മീഡിയ വന്നത് ഞാൻ കണ്ടിരുന്നു. എടോ, എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നാലേ ശരിക്കും ഞാൻ ആരാണെന്ന് പറയട്ടെ. പ്രകാശ് മേനോനല്ലേ? അതെ, പക്ഷെ ഞാനേ പ്രാഞ്ചി എന്ന പേരിലും അറിയപ്പെടും. ഇനി എളുപ്പം മനസ്സിലാകാൻ ഒന്നുകൂടെ പറയാം. ഇവിടുത്തെ മീരയെ രക്ഷിച്ച ഗിരീഷ് ഏട്ടന്റെ കസിൻ ബ്രദർ പ്രാഞ്ചി. അയ്യോ, സാറാണോ പ്രാഞ്ചി? അതെ. അയ്യോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണോ രജനി ചേച്ചി? ഓ, ചേച്ചിക്ക് വന്നേ. ഇതാരാണെന്ന് മനസ്സിലായൊന്ന് പറ. പ്രകാശ് മേനോനല്ലേ? അതെ. ഒരുപാട് സീരിയലുകളിലെ ഷോസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
ചേച്ചി ഇദ്ദേഹത്തെ വേറൊരു രീതിയിൽ അറിയും. എങ്ങനെ? ഏയ്, ഞാനാണ് പ്രാഞ്ചി, ഗിരീഷേട്ടന്റെ കസിൻ. ഏ? സത്യാണോ? ആ, രജനി ചേച്ചിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എങ്ങനെ? ഞാൻ ഊഹിച്ചു. ഗിരീഷേട്ടൻ പറഞ്ഞിട്ടേ ധാരാളം കേട്ടിട്ടുണ്ട്. അതെ, എന്റെ സങ്കല്പത്തിലെ ഏട്ടത്തിക്ക് ഇത്തരം തടിയൊന്നുമില്ല. മീരിയല്ലേ ആ കുട്ടിയെ കാണാനാ വന്നത്. ഗിരിയേട്ടൻ ഒരു പുസ്തകം തന്നയച്ചിട്ടുണ്ട്, അത് ആ കുട്ടിക്കൊന്ന് കൊടുക്കണം. അവളിവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കോ? ആ, പറഞ്ഞു. സാരമില്ല മീരേ, ചന്ദ്രോത്തെ ഗേറ്റ് എനിക്ക് മുമ്പിൽ തുറന്നു കഴിഞ്ഞു. ഇനി എനിക്ക് ഏത് സമയത്തും ഇങ്ങോട്ട് വരാമല്ലോ. സർ, ഓ സർ അകത്തേക്ക് വരൂ. ഇല്ല, അല്പം തിരക്കുണ്ട്, ഇനി ഒരിക്കലും വരാം. ചേച്ചി, ഈ പുസ്തകം ഒന്ന് മീരയ്ക്ക് കൊടുത്തേക്കണേ. സത്യം പറഞ്ഞ ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. ഇങ്ങനെ ഒരാളിനെയാണ് ഞങ്ങൾ പ്രാഞ്ചിന്ന് വിളിച്ചിരുന്നേന്ന്. എന്നെ ഇനിയും പ്രാഞ്ചിന്ന് തന്നെ വിളിച്ചാൽ മതി. ഏറ്റവും വേണ്ടപ്പെട്ടവര് എന്നെ സാറെന്ന് വിളിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. പിന്നെ മീര വരുമ്പോഴേ ഞാൻ സീരിയൽ ആക്ടർ പ്രകാശ് മേനോനാണെന്ന് പറയണ്ട. അതൊരു സസ്പെൻസിൽ ഇരുന്നോട്ടെ. നേരിട്ട് കാണുമ്പോ മീര അതറിഞ്ഞാ മതി. ശരി സർ. സാറല്ല, പ്രാഞ്ചി. എന്നാ ഞാൻ പോയിക്കോട്ടെ. വീട്ടിലൊന്ന് കേറിട്ട് പോ. അതൊക്കെ ഇനി ഒരിക്കലാവാന്നേ. എനിക്കിനി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാമല്ലോ. എടുത്തി ഏതായാലും ഗിരീഷനോട് ഞാൻ അന്വേഷണം പറഞ്ഞേക്കാം. ശരി എന്നാ, ഓക്കെ. എത്ര സിമ്പിൾ മനുഷ്യനാ. വാ. പുറത്താരാ വന്നത്? ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടല്ലോ. അയ്യോ, അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ലല്ലേ, കഷ്ടമായി പോയി. ആരാ വന്നതെന്നാ ചോദിച്ചത്. ആന്റി ഉദ്ദേശിച്ച ആളാരാണെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഞാൻ ആരെ ഉദ്ദേശിച്ചെന്നാ നീ പറയുന്നത്? ബുള്ളറ്റ് വരുന്ന ആരാ? ഗിരീഷേട്ടനല്ലേ? അവനെന്തിനാ വന്നത്? ആരെ കാണാനാ? എന്റെ അമ്മേ, ഗിരി അല്ല വന്നത്, ബ്രദറാ. ബ്രദറോ? മീരയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ചില്ലേ പ്രാഞ്ചി? ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തയച്ച പ്രാഞ്ചി. ആ ഗിരീഷിന്റെ കസിൻ. ഓ, അയാളെ ഒന്ന് കാണണമായിരുന്നു. ഇപ്പൊ എന്തിനാ അയാൾ വന്നത്? മീര ഏതോ പുസ്തകം ചോദിച്ചിരുന്നു ഗിരീഷേട്ടനോട്. ഗിരീഷേട്ടൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പ്രാഞ്ചി കൊണ്ടുവന്നു. ഗിരീഷേട്ടനോ? ഏത് മുറയ്ക്കാ അവൻ നിന്റെ ഏട്ടനായത്? ബന്ധവും മുറയൊന്നും നോക്കിയിട്ടല്ല, ബഹുമാനം കൊണ്ട് ഏട്ടാന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോ കുടുംബക്കാരനാവാനും വഴിയുണ്ടല്ലോ. രജനി, ഒരു കാര്യം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയാം. സിദ്ധു പറഞ്ഞല്ലോ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ദിവസം നിന്റെ കല്യാണം പ്രഖ്യാപിക്കുന്നു. അതെ, അത് നീ തന്നെ തടഞ്ഞേരെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണം നടക്കില്ല എന്ന് ഞാൻ അവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. അതൊക്കെ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം. എന്താ നിങ്ങൾക്ക് തോന്നുന്നേന്ന് വെച്ചാ അതുപോലെ ചെയ്തോ. പക്ഷെ എന്റെ തീരുമാനങ്ങൾ ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും.
ആ പ്രാഞ്ചി, ആ ബുക്ക് കൊടുത്തായിരുന്നോ? ആ പ്രാഞ്ചി ഒരു കാര്യേറ്റാ, അത് പിന്നെ നടത്തുമെന്ന് ചോദിക്കണോ? അതാ വീട്ടിലെത്തിച്ചു. പക്ഷെ ആ കുട്ടിയുണ്ടല്ലോ, ആ മീര, അയാൾ അവിടെ ഇല്ലായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ. ആ പക്ഷെ കാണേണ്ട ആളെ കണ്ടു. കാണേണ്ട ആളോ? അതാരാ? ആ എന്റെ ഏട്ടത്തിയമ്മ രജനി ചേച്ചി. ആ നല്ല കുട്ടിയാ, ഏട്ടന് നന്നായിട്ട് ചേരുന്ന ആളാ. ഏട്ടന് പിടിച്ചില്ല. ഏട്ടത്തിയമ്മയെ കണ്ടെങ്കിലും എനിക്ക് കാണേണ്ട ആളെ കാണാൻ പറ്റിയില്ല. പക്ഷെ അവള് വരും, വരാതെ എവിടെ പോവാൻ? നന്ദനും മീരയും കൂടെ കാറിൽ എവിടേക്കാ പോയതെന്ന് ഇപ്പൊ ചോദിക്കണ്ട. നന്ദനും കൂടെ വരട്ടെ. മീര മീര ആളൊരു സംഭവം കേട്ടോ. അതെന്താ ഒരു കണ്ടുപിടുത്തം പോലെയൊക്കെ പറയുന്ന? ഒരു മിനിറ്റ്. ദാ ഇത് പിടിച്ചേ. ആ ഇതെന്താ ഇത്? നോക്ക്. ആ ഇത് ഗിരീഷ് മാഷ് കൊണ്ടു തന്നല്ലേ? മാഷിന് സമ്മതിക്കണം, വാക്ക് പറഞ്ഞ വാക്ക. മാഷല്ല, ഒരു VIP ഇത് കൊണ്ടുവന്ന്. അതാ പറഞ്ഞ് മീര ഒരു സംഭവമാണെന്ന്. മീരയ്ക്കൊരു സഹായം ചെയ്യാൻ VIP-കളല്ലേ എത്തുന്നേ. ആ VIP പുസ്തകം കൊണ്ടുവന്നോ? ആ ഏത് VIP? ദേവിക എന്തായി പറയുന്നേ? ദേവിക പറഞ്ഞ സത്യ. ഒരു പ്രാഞ്ചി അറിയോ? ആ പ്രാഞ്ചിയാ പുസ്തകം കൊണ്ടുവന്നത്. ഓ പ്രാഞ്ചിയോ? ഗിരീഷ് മാഷിന്റെ കസിൻ. പ്രാഞ്ചി ഇത് കൊണ്ടുവന്നേ? പിന്നെന്താ VIP എന്നൊക്കെ പറഞ്ഞ്? പ്രാഞ്ചിയെ മീര കണ്ടിട്ടില്ലല്ലേ? ഇല്ല, ഞാനൊരിക്കൽ പോയപ്പോ പുള്ളി നല്ല ഉറക്കമായിരുന്നു. പിന്നീട് ഒരിക്കൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ആ അങ്ങനെ പറ. അപ്പോ മീര പ്രാഞ്ചി കണ്ടിട്ടില്ല. പ്രാഞ്ചി യഥാർത്ഥത്തിൽ ആരാണെന്ന് മീരയ്ക്ക് അറിയില്ല. മീരേ, ആ അത് പറയണ്ട ചേച്ചി. ചില കാര്യങ്ങൾക്കൊക്കെ ഒരു സസ്പെൻസ് എടുക്കുന്നത് നല്ലതാ. അടുത്ത തവണ മീര എവിടെ പോകുമ്പോ പ്രാഞ്ചി കാണുമല്ലോ. മീര ഒന്ന് ഞെട്ടട്ടെ. അതാരാപ്പ അങ്ങനെ ഞെട്ടിക്കുന്നൊരു VIP? പ്രാഞ്ചി പറഞ്ഞു മീര നേരിട്ട് കാണുമ്പോ മനസ്സിലാക്കിയാ മതിയെന്ന്. ഓ ശരി, എങ്കി പറയണ്ട. ഞാനെന്തായാലും ഗിരീഷ് മാഷിന്റെ വീട്ടിലൊന്ന് പോണെന്ന് വിചാരിച്ചതാ. മാഷിന്റെ അമ്മയൊന്ന് കാണണം. അതിന്റെ കൂടെ പ്രാഞ്ചിയും കൂടെ കാണാം. ബുക്ക് കൊണ്ട് തന്നതിന് ഒരു നന്ദിയും പറയാം. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒന്ന് ഞെട്ടുകയും ചെയ്യാം. പറച്ചില് കേട്ടിട്ട് മീര ഇപ്പൊ തന്നെ ഗിരീഷേട്ടന്റെ വീട്ടിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ധൃതി വെച്ച് പോകുന്നില്ല. പ്രാഞ്ചിയെ കാണാൻ വേണ്ടി ഉടനെ പോണെന്ന് വിചാരിച്ചതാ. എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ദേ ഈ ബുക്ക് കിട്ടിയല്ലോ, ആദ്യം ഇതൊന്ന് വായിച്ചു തീർക്കണം. എന്നാ ഒരു കാര്യം പറയാം മീരെ, ആ പ്രാഞ്ചി ഉണ്ടല്ലോ. വേണ്ടടി, പറഞ്ഞ ചുമ്മാ ത്രില്ല് കളയണ്ട. മീര നേരിട്ട് കാണട്ടെ. ശരി, എന്തായാലും ഞാൻ പോകുന്നുണ്ടല്ലോ, നേരിട്ട് കാണാം. ഒന്ന് ഞെട്ടിയിട്ട് കുറച്ചു ദിവസമായി. ആ എന്തായാലും രജനി ചേച്ചിയുടെ കല്യാണത്തിന് സിനിമാ നടന്മാരും സീരിയൽ നടന്മാരും ഒക്കെ ആയിട്ട് കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ. ഒന്ന് പോടി അവിടുന്ന്.
അപ്പോ സെക്യൂരിറ്റി ജോലി ശീലായി തുടങ്ങിയല്ലേ? കേട്ടോമ്മേ, എനിക്ക് തോന്നുന്നതേ അച്ഛന് ദൈവം കൊടുത്ത ശിക്ഷയായതെന്നാ. ശാരി, മുമ്പ് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അച്ഛൻ അത്രയ്ക്കങ്ങ് ശ്രദ്ധിച്ചിരുന്നില്ല. ദേവികാന്നും ശാരികാന്നും 2 പെൺമക്കളുണ്ടോന്ന് പോലും അച്ഛൻ അറിയാമായിരുന്നോ എന്തോ. അന്ന് ഉത്തരവാദിത്തം കാണിക്കാത്തോണ്ട് ദൈവം ഇങ്ങനെ തീരുമാനിച്ചു. മോളും മരുമോനും കാറിൽ വരുമ്പോ മാധവൻ ഗേറ്റ് തുറന്നു കൊടുക്കട്ടെ എന്ന്. പക്ഷേ എന്നെ കൊണ്ട് ഗേറ്റ് തുറപ്പിക്കാനേ നന്ദമ്മോൻ സമ്മതിച്ചില്ല. പിന്നെ എന്റെ മോക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് അത് എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, നന്ദനും മോളും ഒരുമിച്ച് കാറി പോകുന്നത് ആ മീര കണ്ടില്ലായിരുന്നോ? മീരമോള് നേരത്തെ തന്നെ പുറത്തേക്ക് പോയായിരുന്നു. ആ കുഞ്ഞിന്റെ സ്വഭാവത്തിലെ മാറ്റം. ഒരുപാട് വായിക്കുകയും കുറച്ചൊക്കെ എഴുതുകയും ചെയ്യുമായിരുന്നു എന്നാ ദേവിയമ്മോള് പറഞ്ഞത്. ഞാനിന്ന് ഇടയ്ക്ക് കുറച്ച് സമയം അവിടെ ഇല്ലായിരുന്നു, കടയിൽ പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു നടൻ വന്നിരുന്നു. മീരമോക്ക് പുസ്തകം കൊണ്ട് വന്നതാ. നടൻ വന്നോ? അതേത് നടനാ? ഒരു 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 മേനോൻ. അനൂപ് മേനോനാണോ? അതല്ല, ഒരു പ്രകാശൻ. പ്രകാശ് മേനോനോ? ആ, അത് തന്നെ. അതാരാടി? അമ്മേ, പണ്ടത്തെ സീത എന്ന് പറഞ്ഞ സീരിയലില്ലേ, അതിലുണ്ടായിരുന്നതാ. ഓ, അറിയാം, കൊറേ സീരിയൽ കണ്ടിട്ടുണ്ട്. ആ, അല്ല, അയാളെന്തിനാ മീരയ്ക്ക് പുസ്തകം കൊണ്ടുവന്നത്? അത് പിന്നെ മീരമോളെ മുമ്പ് രക്ഷിച്ച് ആസ്പത്രിയിലാക്കിയൊരു ഗിരീഷില്ലേ, ആ ഗിരീഷിന്റെ ബന്ധുവാണ് ഈ പ്രകാശ് മേനോൻ. ഓ, അത് ശരി. ഗിരീഷിനോട് മീര ഏതോ ഒരു പുസ്തകം ആവശ്യപ്പെട്ടിരുന്നു. ഗിരീഷ് അത് പ്രകാശന്റെ കൈ കൊടുത്തു വിട്ടു. ഈശ്വര, ആ മീരയ്ക്ക് പ്രകാശുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. എന്നാ എന്റെ ചേച്ചിയുടെ തലവേദന മാറി കിട്ടുമല്ലോ. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അവൾക്കതിന് നന്ദേട്ടം മതിയല്ലോ. മാധവേട്ടാ, ഇപ്പൊ നമുക്ക് ചെറിയ സമാധാനം സന്തോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ശാരിക പറഞ്ഞ കാര്യം ഒരു ഭീതിയായിട്ട് മനസ്സിൽ കിടക്ക. മീര നന്ദനെ പ്രതീക്ഷിച്ച കഴിയുന്നത്. അതിന് എന്തൊക്കെയായി തീരുമെന്ന് ആലോചിക്കുമ്പോ നെഞ്ചിനകത്തൊരു തീയ. നന്ദ, എന്താ മീര? കുന്തം. എന്റെ നന്ദ, നമ്മൾ വൈകാതെ കല്യാണം കഴിക്കാൻ പോകുന്നവരാ. അപ്പൊ ഭാര്യയാകാൻ പോകുന്ന ഞാൻ അടുത്ത് വരുമ്പോ സന്തോഷത്തോടെ എന്തേലും സംസാരിക്കാതെ എന്താ മീര എന്ന് ചോദിക്കുന്നത് വെറും ബോറല്ല, മഹാബോറ. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞ് കല്യാണം നടക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ, അതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ എന്നാ അനുഭവസ്ഥര് പറയുന്നത്. വിവാഹപൂർവ്വ രാത്രികൾ കേട്ടിട്ടില്ലേ? 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ്വ രാത്രികൾ. അതെങ്ങനെയാ ഇവിടെ ഒരാള് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരനക്കവും ഇല്ല.